വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കൊല്ലം ജില്ലയിൽ 67.97% പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് കുറഞ്ഞെങ്കിലും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് 3 സ്ഥാനാർത്ഥികൾ. കൊല്ലത്തിന്റെ ഘടികാരത്തിൽ ആരുടെ സമയം തെളിയുമെന്ന ജൂൺ 4-ന് അറിയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് കളമൊരുങ്ങിയ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം. വോട്ടിംഗ് കുറഞ്ഞത് മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും ആശയക്കുഴപ്പത്തിലാക്കി. എന്നാലും വിജയപ്രതീക്ഷയിലാണ് 3 സ്ഥാനാർത്ഥികളും. ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്, പ്രതീക്ഷയാണ് വോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഇത് ഭാരതത്തിലെ ഒന്നടങ്കം ഉള്ളൊരു വികാരമാണ്. ഇതിൽ തന്നെ കേരളത്തിലാണ് നമുക്ക് BJPക്ക് തീർത്തും, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ് നമുക്ക് സീറ്റ് കുറവ്. ഇവിടെ പോലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അഭൂതപൂർവമായ BJPക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട്, അടിയൊഴുക്കുണ്ട്. തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം. പലയിടത്തും ഏറെ വൈകിയാണ് ഇന്നലെ വോട്ടിംഗ് പൂർത്തിയായത്. ആരുടെ വോട്ടായിരിക്കും കുറവുണ്ടാകുക എന്നാണ് ഇനി മുന്നണികൾ പരിശോധിക്കേണ്ടത്. രാത്രിയും സ്ത്രീകളും മുതിർന്നവരും അടക്കം നൂറുകണക്കിന് ആളുകൾ വരിയിൽ നിൽക്കേണ്ടി വന്നതിനെ തുടർന്ന് പലരും വോട്ട് ചെയ്യാതെ മടങ്ങി. ലേറ്റ് ആവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അത്രയും സ്ലോ ആണ്. ഇതിനകത്ത് ഇവിടുത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. 6 മണി തൊട്ട് ഇവിടെ ക്യൂ തന്നെയാണ്. എന്താ കാര്യം എന്നുള്ളത് നമുക്കറിയത്തില്ല. അന്നേരം മുതലുള്ള ഈ ക്യൂ ഇതേ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇത് ഏത് വിധത്തിൽ പ്രതിഫലിക്കുമെന്നും കാത്തിരുന്നും കാണാം. കുണ്ടറ മണ്ഡലത്തിലാണ് കൊല്ലം ജില്ലയിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്, 69.31%. കുറവ് രേഖപ്പെടുത്തിയത് പുനലൂരിലാണ്, 65.32%. ജൂൺ 4 വരെ കൂട്ടലുകളും കിഴിക്കലുകളുമായി മനക്കോട്ടകൾ കെട്ടി പ്രതീക്ഷയുടെ മുനമ്പിലായിരിക്കും 3 മുന്നണികളും സ്ഥാനാർത്ഥികളും. റിപ്പോർട്ടർ, കൊല്ലം.